കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടുള്ള സ്ഥലം എയിംസ് മാനദണ്ഡങ്ങൾക്ക് വിധേയമാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ഫെബ്രുവരി 25-നുള്ളിൽ മറുപടി നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാനം ശുപാർശ ചെയ്തിട്ടുള്ള സ്ഥലത്ത് സാധ്യതാ പഠനം നടത്താനും കേന്ദ്രത്തിന് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്? വിഷ്ണു, എയിംസിനായിട്ട് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത സ്ഥലം അത് മാനദണ്ഡങ്ങൾക്ക് വിധേയമാണോ എന്ന് പരിശോധിച്ച് മറുപടി നൽകാനായിട്ട് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഫെബ്രുവരി 25-നുള്ളിൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി രേഖാമൂലം തന്നെ ഹൈക്കോടതി അറിയിക്കണം. ആ കാലയളവിനുള്ളിൽ സാധ്യതാ പഠനം, അതായത് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത സ്ഥലത്ത് സാധ്യതാ പഠനം നടത്താനും കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളുമായി ഏകോപനം നടത്തിക്കൊണ്ടാകണം ഈ സാധ്യതാ പഠനം നടത്തേണ്ടതെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം, അതോടൊപ്പം തന്നെ എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ, ഇരു സംഘടനകളുമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജികളിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാനദണ്ഡങ്ങൾക്ക് വിധേയമല്ല ഇപ്പോൾ കിനാലൂർ എന്ന് പറഞ്ഞ സ്ഥലം സംസ്ഥാന സർക്കാർ എയിംസിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ആ സ്ഥലം ശുപാർശ ചെയ്തത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകണം, അതിന്റെ നടപടികളൊക്കെ തന്നെ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ എറണാകുളം പിറവത്ത് അടക്കം എയിംസ് വേണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടും തന്നെയാണ് ഇരു സംഘടനകളും ഹൈക്കോടതി ഹർജി സമർപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി ഫെബ്രുവരി 25-നുള്ളിൽ ഈ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണോ സംസ്ഥാന സർക്കാർ സ്ഥലം ശുപാർശ ചെയ്തതെന്നുള്ള കാര്യത്തിൽ കേന്ദ്രത്തോട് മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രസ്തുത നിർദ്ദിഷ്ട സ്ഥലത്ത് ഒരു സാധ്യതാ പഠനം നടത്തിക്കൊണ്ട് അക്കാര്യത്തിലും രേഖാമൂലം തന്നെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ടാണ് ഹൈക്കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കാത്തുനിൽക്കെ തന്നെയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യം. ഫെബ്രുവരി 25-ാം തീയതി ഇരു ഹർജികളും ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. നേരത്തെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി സത്യങ്ങളും നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അന്ന് തന്നെ ഹൈക്കോടതി മാർച്ച് മാസം 2025 മാർച്ച് മാസമൊക്കെ തന്നെ ഒരു ഇടക്കാല ഉത്തരവിലൂടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് വേണം സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടത്. കാരണം കേന്ദ്രത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഈ സ്ഥലം ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ അത് തള്ളപ്പെടാനുള്ള സാധ്യത അടക്കം ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയതാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള ശുപാർശ ചെയ്തിട്ടുള്ള സ്ഥലം അത് കേന്ദ്രത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമാണോ എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കേണ്ടത് ഹൈക്കോടതിയിൽ. ശരി രേഷ്മയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.